തുളസിച്ചെടിയെ പരിപാലിച്ചാൽ ഫലം ഉറപ്പ്. നട്ടുവളർത്തിയ തുളസിച്ചെടിയുടെ വളർച്ചയെ അടിസ്ഥാനമാക്കി പ്രേമത്തിന്റെ ഗുണദോഷങ്ങൾ തിരിച്ചറിയാനാകുമെന്നാണ് വിശ്വാസം. കലിയുഗത്തിൽ മനുഷ്യന്റെ പാപമുക്തിക്ക് ഏറ്റവും പ്രയോജനകരമായ വൈഷ്ണവ സേവസയാണ് തുളസി പരിചരണമെന്ന് കണക്കാക്കുന്നു. ഹൈന്ദവ പാരമ്പര്യ ശാസ്ത്രങ്ങൾ തുളസിക്ക് പരമപവിത്രമായ സ്ഥാനം കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. വിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ടവൾ എന്നർത്ഥത്തിൽ വിഷ്ണുപ്രിയ എന്നും തുളസി അറിയപ്പെടുന്നു. തുളസി വിറകുകൊണ്ട് മൃതശരീരം ദഹിപ്പിച്ചാൽ പുനർജന്മം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. മരണപ്പെട്ടയാൾ ദുഷ്ടനോ നീചനോ ക്രൂരനോ ആയിരുന്നാൽ പോലും തുളസി ചേർത്ത് ചിതയൊരുക്കിയാൽ പാപമുക്തനാവുമെന്നാണ് കരുതപ്പെടുന്നത്. ഒരു തവണ പൂജയ്ക്ക് ഉപയോഗിച്ചാലും വീണ്ടും ഉപയോഗിക്കാൻ യോഗമുള്ള ഒരേയൊരു പൂജാപുഷ്പം തുളസിയാണ്. സന്ധ്യയ്ക്ക് ശരീരശുദ്ധി വരുത്തിയ ശേഷം തുളസി ശരീരത്തിൽ അരച്ചു പുരട്ടി വിഷ്ണു ഭഗവാനെ പൂജിച്ചാൽ ആ ഒരു പൂജ കൊണ്ടുതന്നെ 100 പൂജയുടെ ഫലം ലഭിക്കും. ഉണങ്ങിയ തുളസി കത്തിച്ച് ആ തീക്കാണ്ട് ഭഗവാൻ വിഷ്ണുവിനു മുന്നിലെ നിലവിളക്കിൽ ദീപം തെളിയിച്ചാൽ 1,00,000 ദീപം തെളിയിച്ചാലുള്ള പുണ്യഫലം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. വീട്ടിനു ചുറ്റും തുളസി നട്ടുപിടിപ്പിച്ച് ശുദ്ധമായി പരിചരിച്ചാൽ ആ വീട്ടിൽ ദുർമരണങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. തുളസി നട്ടു വളർത്തുന്നവർക്ക് യമലോകം കാണേണ്ടിവരില്ല. 7 പുണ്യനദികളും സകല ദേവതാമൂർത്തികളും തുളസിയിൽ സാമീഥ്യം കൊള്ളുന്നു. തുളസി നടുക, സംരക്ഷിക്കുക, ദർശിക്കുക, സ്പർശിക്കുക എന്നത് പാപങ്ങളിൽ നിന്നും മുക്തി നൽകുന്ന പുണ്യമായി കണക്കാക്കുന്നു.